മമ്മൂക്കയുടെ അടുത്ത് ചെന്നിട്ട് ഈ ഒരു കഥ പറയാനുള്ളൊരു കോൺഫിഡൻസ് എവിടെ നിന്ന് കിട്ടി? മമ്മൂക്കയുടെ അടുത്ത് ചെന്നിട്ട് പറയാനായിട്ട് അങ്ങനെ പൂർണ്ണമായ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. ഏകദേശം ഒരു കോൺഫിഡൻസ്. നമ്മൾ പിന്നെ ഒന്ന് രണ്ട് പേര് കേട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് ആ ഒരു റെക്കമെൻഡേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്ത് അങ്ങോട്ട് എത്താനായിട്ട്. ആൻഡോ ചേട്ടൻ പൃഥ്വിരാജിൻ്റെ അടുത്ത് പോയി പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവർ അത്രയും കുറച്ച് പേര് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു സംഗതി ഉള്ളത് കൊണ്ട് ഒരു അഡീഷണൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം പുള്ളിയുടെ മൈൻഡിലും കിടപ്പുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പുള്ളിക്കും ഒരു ഏകദേശം എന്തോ ഒരു സാധനം കൊള്ളാവുന്ന സാധനം ആ സാധ്യത ഉണ്ടെന്നൊരു ധാരണ ഉള്ളതുപോലെ തോന്നിയായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു കൈൻഡ് ഓഫ് ഒരു അഡീഷണൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി ഇപ്പം ഞാനങ്ങനെ നല്ല രീതിയിൽ കഥ പറയുന്ന ആളല്ല, എനിക്ക് അത്ര ഒരു ഇതല്ല. പക്ഷെ സ്ക്രീൻ പ്ലേ ആയിട്ട് പറയാനായിട്ട് പിന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് നമുക്ക് ഫുൾ സ്ക്രീൻ പ്ലേ പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു ടൈം അലൊക്കേഷൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കിട്ടിയായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു തുടങ്ങി ഒരു കുറച്ച് സീൻസ് ഒക്കെ ആയപ്പോൾ തന്നെ അദ്ദേഹം അതിനകത്ത് ഇൻവോൾവ് ആണെന്ന് മനസ്സിലായി. അദ്ദേഹം ചില ഡൗട്ട്സ് എക്സ്പ്രഷനിൽ അദ്ദേഹം ഇൻവോൾവ് ആയിട്ട് തന്നെ ഇരുന്നു. പിന്നെ നമുക്ക് പരിചയമുള്ള പലരും അദ്ദേഹത്തിന്റെ അടുത്ത് കഥ പറയാൻ പോയ അനുഭവങ്ങളെ നമുക്കറിയാം. അപ്പൊ അതൊക്കെ വെച്ചിട്ട് പിന്നെ അദ്ദേഹം കുറച്ച് ഇൻവോൾവ് ആയിട്ടാണ് ഇരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് കുറച്ച് നോൺ ലീനിയർ സ്വഭാവമൊക്കെ ഉള്ള ഒരു നാരേറ്റീവ് സ്ട്രക്ചറാണ് പടത്തിന്റെ. അപ്പോൾ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഡൗട്ട്സ് ഒക്കെ അദ്ദേഹം ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം മനസ്സിലായി അദ്ദേഹം ഇൻവോൾവ് ആണ്, ഇൻട്രസ്റ്റഡ് ആണ് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ ഒരു വൈബ് തോന്നുമില്ല. അത് എപ്പോഴും കറക്റ്റ് ആവണം നിർബന്ധമില്ല. ബട്ട് കുറെ അങ്ങ് പോയപ്പോൾ പുള്ളിക്ക് താല്പര്യം തോന്നുന്നുണ്ടെന്ന് തോന്നിയായിരുന്നു. അവസാനമായപ്പോഴത്തേനും അത് ഏകദേശം നമുക്ക് ഉറപ്പായി. അതുകൊണ്ട് ആ ഒരു പ്രോസസ്സിൽ ഗ്രാജുവലി കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വരുവാണ് ചെയ്തത്. ശരിക്കും നമ്മളെല്ലാം കാത്തിരിക്കുന്നു. ഈ എഴുതുന്ന സമയത്ത് മമ്മൂക്കയെ തന്നെ മനസ്സിൽ വിചാരിച്ചെഴുതിയതാണോ? കാരണം മമ്മൂക്ക പറയുകയുണ്ടായി, നിങ്ങളൊരു കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥയുമായി എൻ്റെ അരികിലേക്ക് വരുമ്പോൾ നടനെന്നുപരി എന്നെ വെച്ച് എഴുതല്ലേ, ഒരു കഥാപാത്രമായിട്ട് എഴുതണം. അപ്പൊ അങ്ങനെ ഒരു ഇല്ല, അങ്ങനെ ആയിരുന്നില്ല. ആക്ച്വലി ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തത് അവസാനം എഴുതി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മമ്മൂക്കയിലായിരുന്നു. ഇത് മമ്മൂക്ക ചെയ്താൽ രസമായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് രണ്ടുപേർക്കും വന്നു. പക്ഷെ അദ്ദേഹത്തിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് ആ സമയത്ത് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ എന്തായാലും ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തതുപോലെ തന്നെ ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിലേക്ക് തന്നെ അത് എത്തുകയും ചെയ്തു. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്ന പോലെ കറക്റ്റ് പ്ലേസ്മെന്റ് ആയിരുന്നല്ലേ? അതെ.